Hey guys, welcome back to Videos. Guys, ഇന്നത്തെ വീഡിയോയിൽ ബ്ലൈൻഡ് ഡ്രോയിങ് ചാലഞ്ച്. സാധനം എടുക്കട്ടെ ബ്രോ. എനിക്ക് ബ്ലാക്ക്. ബ്രോക്ക് ഡൈനോസർ കിട്ടിയോ? ബ്രോക്ക് ഏതാണ്? ഓക്കെ, നമ്മുടെ ഇന്നത്തെ ചാലഞ്ചില് ബ്ലൈൻഡ് ഡ്രോയിങ് ചാലഞ്ച് ആണ് ഗൈസ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ 3 പേരായിരിക്കും ഇന്നത്തെ ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്, തകർക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ പരിപാടി കൂടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഫുൾ എല്ലാരും ബ്ലൈൻഡ് ആയി നിന്നുകൊണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? എന്റെ ചെയ്യുന്നതും അങ്ങനെ ആയിരിക്കും. പിന്നെന്താ അതിനാ പറഞ്ഞുതരാം. ഓക്കെ, ചാലഞ്ച് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ടായിരിക്കും മത്സരിക്കുന്നതിൽ ഓരോരുത്തരായിട്ടായിരിക്കും വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. സോ വരയ്ക്കുന്നതിന് മുന്നേ ആ ഒരാളുടെ ഫ്രണ്ടില് നമ്മളൊരു ഐറ്റം വെച്ചിട്ടുണ്ടാവും. സോ എന്ത് ഐറ്റം വേണമെങ്കിലും ആവാം. സോ അയാൾ അത് ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് എന്താന്ന് ടച്ച് ചെയ്ത് നോക്കാൻ. ആൻഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സ് എല്ലാവരും ഈ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിരിക്കും. അതായത് ആ ഒരു ഐറ്റം വരുന്ന സമയത്ത് എല്ലാവരും ബ്ലൈൻഡ് ഇട്ടിട്ടാണ് നിൽക്കുക. മനസ്സിലായോ? സോ എന്നിട്ട് കൊമ്പനാണ് ആദ്യം മത്സരിക്കുന്നത്. കൊമ്പന്റെ ഫ്രണ്ടിലായിരിക്കും ആ സാധനം വരിക. എന്നിട്ട് കൊമ്പനെ ടച്ച് ചെയ്ത് നോക്കുക, എന്താന്ന് റെക്കഗ്നൈസ് ചെയ്യുക. എത്ര സമയം ഉണ്ടാവും കേട്ടോ, പറയാനൊന്നും പാടില്ല. എന്നിട്ട് നേരെ കൊമ്പൻ എന്ത് ചെയ്യും, വൈറ്റ് ബോർഡിൽ പോവും. ആ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കും വരക്കുന്നത്. മനസ്സിലായോ? അതാണ് കളി. കൊമ്പൻ വരയ്ക്കാൻ പോയ സമയത്ത് ബാക്കിയുള്ള ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും, ബ്ലൈൻഡ് ഫോൾഡ് മാറ്റിയിട്ട് കൊമ്പൻ എന്താണ് വരക്കുന്നത് നോക്കിയിട്ട് നമ്മളത് ഗസ് ചെയ്ത് പറയണം. ഓക്കെ, ശരി ഉത്തരാണെങ്കിൽ 2 പേർക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും, ഓരോ മാർക്ക്. മനസ്സിലായോ? കണ്ണ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല, കണ്ണടച്ച്. ഇതിന് വക്രയായിരുന്നു വേണ്ടത്. അപ്പൊ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ തുടങ്ങാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് നമ്മുടെ KMC കൊമ്പൻ തന്നെയാണ് മത്സരിക്കുന്നത്. നിനക്കെങ്കിലും ഒരു ചാലഞ്ച് നിനക്ക് ആദ്യം അവര് അറ്റത്ത് തുടങ്ങുന്നില്ല ഒരു പൈപ്പ്. കൊമ്പൻ വരച്ച് അയ്യോ, അപ്പൊ അറ്റത്ത് ചാർലിയാണല്ലോ. അപ്പൊ ചാർലിയോടെ അപ്പൊ എന്തായാലും KMC കൊമ്പനാണ് ഗൈസ് ആദ്യം വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും ബ്ലൈൻഡ് ഇടണം. അപ്പൊ നിന്റെ ഫ്രണ്ടിലെ സാധനം വരും. ഓക്കെ, ക്രൂ കൊടുന്ന് വെക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കൊന്നും അറിയത്തില്ല എന്താന്നുള്ളത്. ഗൈസ് അപ്പൊ എന്തായാലും KMC കൊമ്പൻ സാധനം കിട്ടിയോ? ടച്ച് ചെയ്തോ? ഓക്കെ, ടച്ച് ചെയ്ത് എന്താന്നുള്ളത് ഗസ് ചെയ്യല്ല, റെക്കഗ്നൈസ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. എനിക്ക് മനസ്സിലായി, എനിക്ക് സാധനം മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒന്ന് നമ്മള് തുറക്കട്ടെ. KMC കൊമ്പൻ തുറക്കരുത്, നമ്മൾ തുറന്നോ. അത് കൊടിമരോ? മാഗ്നറ്റ് അല്ല, മരല്ലേ? ബുക്കാണത്. വട്ടത്തിലുള്ള ബുക്ക്. എന്തത്? എടാ സംഭവല്ലേ, സംഭവം എന്താന്ന് വെച്ചാൽ നീ വരണേന് മോൾ കൂടെ വരണോണ്ടിരിക്കുന്നു. ഇതാണ് നീ ഇവിടെ വരച്ചത്, മനസ്സിലായോ? എടേ, എന്റെ ബുക്ക് കറക്റ്റ് ആയിരുന്നല്ലേ? ബുക്ക് ആ ഒരു ചുമ്മാ ഗസ്റ്റ് അടിച്ചാണ് ബുക്ക് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. സമയം കഴിഞ്ഞ് ഇത് എന്താന്ന് വെച്ചാ സ്റ്റാപ്ലർ ആയിരുന്നു സാധനം. സ്റ്റാപ്ലറിന് വേണ്ടിട്ടാണ് ഞാൻ ബുക്ക് വരച്ചത്. ഇത്തി കൂടെ എങ്ങനെയാണ് ഞാൻ കണ്ണും പൂട്ടി വരച്ചു തരാം സ്റ്റാപ്ലർ? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഇതെന്താ ബുക്കിലടിക്കാണ്? ബുക്കിലടിക്കാൻ ഈ വട്ടം എന്താ? ഈ വട്ടത്തിലുള്ള സാധനം ഞാൻ കാണിച്ചതാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും KMC കൊമ്പൻ വരച്ച സാധനം നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നിനക്കും പോയിട്ടില്ല, ആർക്കും പോയിട്ടില്ല. ഓക്കെ, എന്നാ പിന്നെ അടുത്തത് രാശി ടി വിന് ഗൈസ്. അപ്പൊ എന്തായാലും എന്റെ ഫ്രണ്ടിൽ സാധനം ഉണ്ടെന്നാ പറഞ്ഞത്. സാധനം എന്താന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതാ സാധനം ഇവിടെ? ഓക്കെ, ഷൂ ആണോ? എന്താ വരച്ച വയറാണല്ലോ. എടുത്ത് കണ്ണ് കാണണ്ടൊന്ന് മനസ്സിലാവണ്ട്. പിന്നെ വിരല് നെയിൽ കട്ടറാണോ? കത്രിക, കയ്യില് തുള്ളി രക്തം, ഫിംഗർ സ്ലീവ്സ്, രക്തം, സൂചി, കത്രികയല്ല, കത്തിയല്ല, പിന്നെ കുത്ത് സൂചി കുത്തിയതല്ല, എവിടെ ഞാൻ വരച്ചതായി നോക്കട്ടെ. പിന്നെ അല്ല ബ്രോ, എന്താ ഉദ്ദേശിച്ച് വരയ്ക്കാനായിട്ട്? ഇത് ആക്ച്വലി എനിക്ക് കിട്ടിയ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ സ്റ്റെൻസിൽ കട്ടറാണ്. അതിന്റെ പേര് അതന്നെയല്ലേ? അതായിരിക്കും. ഇതാ കത്തി എന്ന് പറഞ്ഞില്ലേ നമ്മളിപ്പോ? ഇത് കത്തിയല്ലല്ലോ, ഇത് സ്റ്റെൻസിൽ കട്ടറാണ്. കത്തി വേറെ, ഇത് വേറെ അല്ലേ? ഈസി ആയിരുന്നല്ലേ? വളരെ ഈസി ആയിരുന്നു. കണ്ണടച്ചിട്ട് വരയ്ക്കുമ്പോ ഗൈസ്, നിങ്ങൾ വീഡിയോ കാണുന്നവര് കണ്ണടച്ചിട്ടൊന്ന് ചുമ്മാ വരൻ നോക്കണം, അപ്പൊ അറിയാം. ചാർലി ബിസിബി ബായോ. ഓക്കെ, തൊട്ടോ കിട്ടിയോ? സാധനം കിട്ടിയോ? ചാർലി ബിസിബി. സോ വരയ്ക്കു കുട്ടാ. ഇവന് വരക്കാരനായതുകൊണ്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചതുരം, പോസ്റ്റർ. ഇതെങ്ങനെ എത്ര കറക്റ്റായിട്ട് വരയ്ക്കുന്നത്? ടീയാ? പമ്പാണോ? പമ്പ, കാറ്റിരിക്കുന്ന പമ്പ്. മറ്റേ പമ്പ്, മറ്റേ ഇതായിരിക്കും. എന്തായാലും ഗൈസ്, ഓക്കെ, നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചാർലി ബിസിബിക്ക് 1 പോയിന്റ്, റാഷിക് ഡിബിക്ക് 1 പോയിന്റ്. അപ്പൊ എന്തായാലും നമ്മുടെ വീണ്ടും KMC കൊമ്പനാണ് ഇവിടെ വരക്കാൻ വേണ്ടി വരുന്നത്. തൊട്ടോ? സാധനം കിട്ടിയോ? മനസ്സിലായി. ഓക്കെ, KMC കൊമ്പൻ പെട്ടെന്ന് വരയ്ക്കൂ.
കെംസിക്കുമ്പൻ പെറന്ന് വരയ്ക്കൂ കെംസിക്കുമ്പൻ. ചതുരം, പെട്ടി, ബോക്സ്, കപ്പ്, പ്ലഗ്. കെംസിക്കൊമ്പൻ അതിഭീകരമായിട്ടുള്ള സാധനം വരച്ചിരിക്കുന്നു. ഒരു പോയിന്റ് ആൻഡ് 2 പോയിന്റ് ആൻഡ് 1 പോയിന്റ്. അടുത്തത് റഷിക് ഡിബി. സാധനം വെച്ചെന്ന് പറയുന്നത് എന്തോ തടയുന്നുണ്ട്. എടാ ജീവനുള്ളൊന്നുമല്ലല്ലോ. ഇത് മനസ്സിലായി. അല്ലെങ്കിൽ വരേടേ. പഴം. ആ വിരള്. നഖം പെട്ടി. ഡംബിൾസ്. തുമ്പിക്കൈ. മസില. എടാ മറ്റേ കയ്യില് ജിമ്മിൽ വെക്കുന്ന സാധനം അതാണോ? എന്താണ് ജിമ്മിൽ മറ്റേ ഇതാക്കാൻ വേണ്ടി ജിമ്പല് അല്ല. അതാണോ? ഞാൻ പറഞ്ഞില്ല അതല്ല. അതിന് ഉപയോഗം ചോദിക്കി. അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിട്ടാണോന്ന്. ശരിക്കുള്ള പേര് ഹാൻഡ് ഗ്രിപ്പ് എന്നാണ്. പക്ഷെ അതിന്റെ പേരായിരുന്നുള്ള ഉപയോഗം പറഞ്ഞ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ കിട്ടിയോ? വര, ബോക്സ്, പെട്ടി, പോസ്റ്റർ അല്ല. സ്പീക്കറാണോ? ക്യാമറ. എടാ അതും പറയണോ? സാധനം എന്താന്ന് പറഞ്ഞാ പോരെ, അതിന്റെ യൂസ് സെയിം അല്ലേ? ക്യാമറ അല്ല എന്നാണ് പറയുന്നത്. ബോർഡ്, ആള്. ഫോണാണോ? അല്ലല്ല, ഫോൺ ക്യാമറ അല്ല. ബെഞ്ചാണോ? ഡെസ്ക്. ഇതെന്തൊരു തേങ്ങ ലൈറ്റാ? റിംഗ് ലൈറ്റ് ആണോ? വെബ് ക്യാമറ ആണോ? എന്റെ പൊന്നേ, ചാർലി ബിസിബി ഇവിടെ വരച്ച് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോ ചാർലിക്കും എനിക്ക് 1 പോയിന്റ് ആഡ് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ വീണ്ടും KMC Combat ഓൺ ദി സ്റ്റേജ്. ഓക്കെ ഗൈസ്, അപ്പൊ KMC Combatന്റെ ഫ്രണ്ടിൽ ക്രൂ എന്തോ ഒരു സുനാപ്പി വെച്ചിട്ടുണ്ട്, സോറി ഐറ്റം വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ്. സൗണ്ട് ഉണ്ടാവണം, എന്തോ സാധനം ആവുന്നുണ്ട്, എന്തോ ഷൂ സൗണ്ട് കേൾക്കുന്നുണ്ട്. താങ്കൾ വരച്ചു തുടങ്ങും. പെട്ടി, വട്ടം, ബോള്, കണ്ണ്, മനുഷ്യൻ, പൂച്ച. ജീവനുള്ളതാണോ? അല്ല തോന്നല്ലേ. സൂര്യൻ, സണ്ണിന്. സോളാർ പാനൽ. ടെസ്റ്റ് ട്യൂബ് ആണോ? ടെസ്റ്റ് ട്യൂബ്. ബൾബ്. LED ബൾബ് ആണോ? കൈ കൊണ്ട് അമർത്തിയോ? സ്വിച്ച് ആണോ അത്? എടാ കണക്ട് ആവുന്ന വേറെ എന്തെങ്കിലും വരടാ. സ്വിച്ച് ഇട്ടാൽ കത്തുന്നോ? സ്വിച്ച് ഇട്ടാൽ ഇട്ടുന്നോ? ഇത് എന്തിനാ ഞാൻ വരച്ചാണ്? ഒരു മിനിറ്റ്, സാധനം എന്താ? അത് പറ. സാധനം അലക്സ. എടേ ഇത് അലക്സയുടെ മറ്റേ സാധനം വരച്ചു ഇവിടെ. അതിനകത്ത് 3 സ്വിച്ച്. 3 4 ഇതൊക്കെ എനിക്ക് എണ്ണാൻ പറ്റിയില്ല. അതിനകത്ത് സ്വിച്ച് ഇടുമ്പോഴത്തേക്കും ബൾബ് കത്തുന്ന ഞാൻ കാണിച്ചത്. ഗൈസ് ഇതാണ് സാധനം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അത് ഇച്ചിരി ടാസ്ക് സാധനമായിരുന്നു ഗൈസ്. സോ കുറെ കാര്യം സംഭവം എല്ലാം വരച്ചു, പക്ഷെ നമുക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഫ്രണ്ടിൽ സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്കിള ജിങ്കിള ബങ്കിള ജിങ്കിള ബങ്കിള ജിങ്കിള ജിങ്കിള. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. കണ്ടോണം. ചായക്കപ്പ്. ഉമ്മിക്കല്ല്. അത് അതിന്റെ പേര് അതിനാണോ? ഉമ്മിക്കല്ലാണോ? അരക്കുന്ന കല്ലല്ലേ? അതാ പറഞ്ഞു ഉമ്മിക്കല്ലെന്ന്. വേറെ കല്ലാണ്. അരക്കുന്ന കല്ല്, അരകല്ല്. എനിക്കും കൊമ്പനും 1 പോയിന്റ് ആഡ് ചെയ്തിരിക്കുന്നു. കൊമ്പൻ ടോട്ടൽ എത്ര? 2 പോയിന്റ് ആൻഡ് എനിക്ക് 5 പോയിന്റ് ആണ്. ചാർലിക്ക് 3 പോയിന്റ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ചാർലി ബിസിബി ഗൈസ്. അപ്പൊ ചാർലി ബിസിബിയുടെ ഫ്രണ്ടിൽ ഒരു ഐറ്റം വെച്ചിട്ടുണ്ടെന്നാണ് ക്രൂ പറയുന്നത്. ചാർലി ബിസിബി യെസ്, തൊട്ട് നോക്കി നക്കി നോക്കി മനസ്സിലാക്കൂ. വള്ളി, ഫാൻ, ഫയർ, ലൈറ്റ്, മീൻ പിടിക്കുന്ന മറ്റേ സാധനം. ഇങ്ങനെ വടിയിൽ ഇങ്ങനെ നൂലുള്ള ചൂണ്ടല്ലോ. അതിന്റെ ചൂണ്ടയാണല്ലേ? ചൂണ്ട. അപ്പൊ ഇതാണ് സാധനം. ബ്രോ ഇതിനെയാണ് അത്രയും വൃത്തിയായിട്ട രീതിയിൽ ഇവൻ വരച്ചത്. ഇത്രയും നല്ല സാധനത്തിന് എത്ര പോയിന്റ്? 3 പോയിന്റ്. ചാർലി ബിസിബിക്ക് 4. ചാർലി ആയിരുന്നല്ലേ? പെട്ടി, വള്ളി, വരക്കട്ട തിണ്ടി. ആദ്യമേ പോട്ട്, വള്ളി, സ്കിപ്പിംഗ് അതാണോ? ഓ മറ്റേ അങ്ങനെ ചാടി കറങ്ങുന്ന സാധനല്ലേ? അത് തന്നെയായിരുന്നാ? ഞാൻ വിചാരിച്ച എന്തിന്റെ വയറാന്നാണ്. പിന്നെ എനിക്ക് ലാസ്റ്റ് പിടിച്ചേക്ക് രണ്ടും ഒരേപോലെ ഇരിക്കുന്നു മനസ്സിലായി. അപ്പൊ ഞാൻ അതുകൊണ്ട് വരച്ചതാ. അപ്പോൾ പോയിന്റ്സ് കിട്ടിയിരിക്കുന്നു. KMC Combat ടോട്ടൽ പോയിന്റ്സ് 4. ചാർലി ബിസിബി 5. 5. റാഷിക് ഡിബി 5. 5. ഓക്കെ, സാധനം കിട്ടി. ക്യാമറ, ട്രൈപോഡ്, ജിമ്പലാണോ? ക്യാമറ
ഞാൻ പറയണ്ടായിരുന്നു ട്രൈപോഡ് പറയണ്ടായിരുന്നു എന്ത് ഞാൻ ട്രൈപോഡ് ഫുള്ള് വരണ്ട് പറഞ്ഞാൽ ഗായ്സ്. അപ്പൊ ഇവിടെ എന്തായാലും ചാലി ബിസിബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് 6 പോയിന്റ്, ചാലി ബിസിബിക്ക് 6 പോയിന്റ്, KMC കമ്പനി എത്ര 4 പോയിന്റ് ഗായ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് പ്ലെയർ ആണ് ഗായ്സ് ഇവിടെ വരാണ്ട് പോകുന്നത്, ചാർലി BCB. ഗായ്സ് അപ്പൊ ചാർലി BCBയുടെ ഫ്രണ്ടിൽ ഐറ്റം വന്നിട്ടുണ്ടെന്നാണ് ക്രൂ പറഞ്ഞത്. ചാർലി BCB കിട്ടിയായിരുന്നോ ഇവിടെ? തോളെവിടെ അരകല്ലാന്ന് തോന്നുന്നുണ്ട്, അത്ര ഒച്ച കേട്ടിട്ട്. എന്ത് അരകല്ലാന്ന് തോന്നുന്നുണ്ട്. നേരത്തെ കൊടുന്നത് വട്ടം മുട്ട മൗസാണ് കീബോർഡ് മൗസ് പാഡ്. ഗായ്സ് അതുപോലെ ഈസി ആയിരുന്നു, കാരണം മൗസ് വെച്ചാൽ പിന്നെ സാധനം വെച്ചാൽ നമ്മൾ ഗെയിമേഴ്സിന് എല്ലാവർക്കും ഈസി കീബോർഡ് കണ്ടുപിടിക്കാനുള്ളതാണ്. കീബോർഡ് വരയ്ക്കാൻ ആദ്യം കീബോർഡ് വെച്ചാൽ പോലും മൗസ് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അത് മൗസ് അല്ല കീബോർഡ് ആണെങ്ങനെ മനസ്സിലാവാ, ചുമ്മാ ഒരു ട്രയാങ്കിൾ ഇട്ടാ. അതാണ് നിന്റെ ഒപ്പ്. അപ്പൊ ഇതാണ് ഗൈസ് ചാലിന്റെ ഒപ്പ്. എല്ലാം ചാലിന്റെ എല്ലാം അപ്പൊ എന്തായാലും ഇവിടെ പോയിന്റ്സ് നോക്കാം. ചാലി എത്ര പോയിന്റാ? 6 പോയിന്റ്, 7 പോയിന്റ്. റാസിക് ടിവി 7 പോയിന്റ് ആൻഡ് KMC കൊമ്പൻ 4 പോയിന്റ് ആണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 ഫസ്റ്റും 1 സെക്കൻഡ് ആണ് ഗൈസ് ഒക്കെ നമ്മുടെ ഒരു ചാലഞ്ചിൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും നല്ല കിടിലൻ ചാലഞ്ച് ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത ഒരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അതുവരെ ടാറ്റാ. കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ. എടാ മൈക്ക്